ഇത്തവണ തമിഴ്നാട്ടിൽ തിരഞ്ഞെടുപ്പ് എല്ലാവരും ഉറ്റുനോക്കുന്നത് നടൻ വിജയുടെ ടിവിക്ക് എന്ത് ചലനമുണ്ടാക്കും എന്നതിൽ തന്നെയാണ്. അദ്ദേഹം തിരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രചാരണത്തിലൊക്കെ ഉണ്ടാക്കിയ ഓളം അത് വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും ഇന്നലെ പുറത്തു വന്ന സർവേകൾ പ്രകാരം ഒരു തുടർഭരണം തന്നെയാണ് മിക്ക സർവേകളും. പ്രാദേശിക ഏജൻസികളടക്കം നടത്തിയ സർവേകൾ എടുത്ത് നോക്കിയാൽ 9-ൽ 7 DMKക്ക് വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി ഒരു തുടർഭരണം പ്രവചിക്കുന്നുണ്ട്. പക്ഷേ അതിൽ ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേയാണ് ഇന്നലെ വലിയ രീതിയിൽ ചർച്ചയായത്. ഒരുപക്ഷെ കേരളത്തിലടക്കം ഈ സർവേയുടെ വിശ്വാസ്യതയെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകൾ പോലും എടുത്തു പറഞ്ഞത് അവിടെ TVKക്ക് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകും എന്ന് പറഞ്ഞ് ആക്സിസ് മൈ ഇന്ത്യ പുറത്തുവിട്ട സർവേയാണ് യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടത്. 98 മുതൽ 120 സീറ്റുകൾ നേടി TVK ഒറ്റക്കക്ഷിയാകും എന്നാണ് ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേയിൽ പറയുന്നത്. മറ്റ് പല സർവേകളിലും ഒരു മികച്ച മുന്നേറ്റം TVK നടത്തും എന്ന് പറയുന്നുണ്ടെങ്കിലും DMK തന്നെയായിരിക്കും അധികാരത്തിൽ വരിക എന്നാണ് പറയുന്നത്. AIADMK മിക്ക സർവേയിലും ഭൂരിഭാഗം സർവേയിലും അവർ 2ാം സ്ഥാനത്തേക്ക് പോകും എന്ന ഒരു പ്രവചനവും നടത്തുന്നുണ്ട്. അതിൽ ഈ TVK എങ്ങനെ ഇത്രയധികം സീറ്റ് നേടും എന്ന് ആ സർവേ നടത്തിയ ചാനലിന് പോലും അവർക്ക് ഇത് തങ്ങളല്ല, സർവേ മാത്രമാണ് എന്ന ആ ഘട്ടത്തിൽ തന്നെ ആവർത്തിച്ച് പറയേണ്ടി വന്ന ഒരു സാഹചര്യം. കാരണം അവരെ പോലും അമ്പരപ്പിക്കുന്ന രീതിയിലുള്ളൊരു സർവേ ഫലമാണ്. 98 മുതൽ 120 സീറ്റുകൾ നേടി TVK ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകും എന്ന് പറയുന്നത്. ആദ്യമായിട്ടാണ് TVK തിരഞ്ഞെടുപ്പ് ഗോതയിലിറങ്ങി. അതുകൊണ്ട് എന്ത് ചലനം ഈ വോട്ടർമാർക്കിടയിൽ TVK ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ആരെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് എന്നത് തമിഴ്നാട്ടിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ചങ്കിടിപ്പേറ്റുന്ന കാര്യമാണ്. നിലവിൽ സൂചനകൾ പ്രകാരം അവർ പിടിക്കുന്ന വോട്ടുകൾ, അവർ പിടിക്കുന്ന സീറ്റുകൾ അത് DMKയുടെ അവിടുത്തെ സാധ്യതകളെ ഇല്ലാതാക്കും. അത് അവരുടെ സീറ്റുകൾ കുറയ്ക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തു തന്നെ വന്നാലും ഇപ്പോൾ പുറത്തു വന്ന സർവേകൾ എടുത്ത് പരിശോധിച്ചാൽ DMK കഴിഞ്ഞ തവണത്തെ അത്ര സീറ്റുകൾ നേടിയില്ല എങ്കിൽ പോലും ഒരു തുടർഭരണം നേടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് ഭൂരിഭാഗം സർവേകൾ പറയുന്നത്. അതിൽ പീപ്പിൾസ് പൾസും PMarkഉം DMK സഖ്യത്തിന് 125 മുതൽ 145 സീറ്റുകൾ പറയുന്നുണ്ട്. പ്രജാപോൾ 148 മുതൽ 168 സീറ്റുകൾ പറയുന്നുണ്ട്. എന്നാൽ കാമാഖ്യ അനലിറ്റിക്സ് ആണ് TVK സഖ്യത്തിന്, അവരും 67 മുതൽ 81 സീറ്റ് വരെ TVKക്ക് പറയുന്നുണ്ട്. അതായത് ഒരു നിർണായക ശക്തിയായി മാറാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി TVK മാറും എന്നൊക്കെയുള്ളത് ഇപ്പോഴും അവിശ്വസനീയം എന്ന് തന്നെ പറയേണ്ടി വരും.